കൂട്ടുകാരെ, നമ്മൾ ഉൾവഴികളിലൂടെയുള്ള എന്ന യാത്രയുടെ ഒരു പരമ്പര തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 അങ്ങനെ പാട്ടായിട്ട് അധികം ബോറടിപ്പിക്കാതെ ഉൾവഴികളിലൂടെ, അതായത് നമ്മുടെ വെള്ളറട എന്ന മലയോര പട്ടണത്തിൻ്റെ മലയോര ഗ്രാമത്തിൻ്റെ ഉൾവഴികളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ മെയിൻ റോഡല്ല, സബ് റോഡിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമല്ലോ. അപ്പോൾ അതിനകത്തെ ജീവിതങ്ങൾ, അതിനകത്തെ കൃഷി, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അനുഭവങ്ങളെല്ലാം പകർത്തിക്കൊണ്ടുള്ള ഒരു നീണ്ട എപ്പിസോഡ് പരമ്പരയാണ്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാം. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് ഈ യാത്ര തുടരാം. കണ്ടോ, ഏതാണ്ട് ആനയുടെ പുറകു വശം പോലെയുണ്ട് ആ പാറ കാണാനേ. ശരിക്കും അങ്ങനെ തോന്നില്ലേ, ഒരു ആന പുറംതിരിഞ്ഞ് നിൽക്കും പോലെയുണ്ട് ആ പാറ. അത് ഒറ്റ പാറയാണത്. അപ്പോൾ വന്ന കാഴ്ച നഷ്ടമായില്ല കേട്ടോ. നേരത്തെ ഇവിടെ മരങ്ങളായിരുന്നു. അപ്പോൾ മരം സ്ലോട്ടർ ചെയ്തപ്പോൾ അപ്പോഴാണ് ഈ ഭംഗി ശരിക്കും, ഈ അങ്ങനെ ഒരു പാറ ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് ഇപ്പോഴാണ്. ഒരു 6 മാസം മുന്നേ ഇത് ഇങ്ങനെ ആയിരുന്നില്ല, ഇത് കാണാൻ പറ്റില്ല. കാരണം വലിയ റബ്ബർ മരമായിരുന്നു. അപ്പോൾ അത് മുറിച്ച് മാറ്റിയപ്പോൾ ഇങ്ങനൊരു ഭംഗിയുള്ള കാഴ്ചയും കാണാൻ പറ്റി. അപ്പോൾ വന്ന കണ്ട ഈ വള്ളി കയറി പോയത് കണ്ട, ഒരു മരത്തെ ഫുൾ കണ്ട, ആ വള്ളി മുഴുവൻ ആ മരത്തെ നശിപ്പിച്ചു. ഗുണത്തേക്കാൾ ദോഷവുമാണ് ഈ മരം, പക്ഷേ ഈ വള്ളി. അപ്പോൾ ഇതുണ്ട തൈ റബ്ബറിനെയൊക്കെ അത് വല്ലാണ്ടാക്കും. അപ്പോൾ വളരെ സൂക്ഷിക്കുക കേട്ടാ. നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് തിരിഞ്ഞ് അങ്ങോട്ട് പോയത്. ഇത് കണ്ട, ഒരു ലോറി ഇങ്ങനെ പുതിയ വെട്ടിയ വഴി ഇങ്ങനെ കയറുകയാണ്. നമുക്ക് നോക്കിയിട്ട് വരാം അവിടെ എന്തൊക്കെയാണ് പരിപാടിയെന്ന്. അപ്പോൾ റബ്ബർ തോട്ടങ്ങളിലെ ഉൾപ്രദേശങ്ങളിലെ കാഴ്ചകളാണ്. പുരോഗമനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ച. ഇവിടെ ഒരു വീടുണ്ട്, വർഷങ്ങളായുള്ള വീടാണ്. നമ്മുടെ സുഹൃത്താണ്, പശുവാണ് ഇവിടെ, പശു വളർത്തലാണ് ഒരു പരിപാടി. അപ്പോൾ നമുക്ക് ആ പോയ ലോറിയുടെ വഴിയൊന്ന് പോയി കാഴ്ചയൊക്കെ പകർത്തി വരാം. കണ്ട, ഇത് ഇപ്പോൾ ചെത്തി ഉണ്ടാക്കിയ റോഡാണ്. ഇതൊക്കെ കൈവഴികളായിരുന്നു, നമ്മൾ നേരത്തെ പോയില്ല, അതുപോലത്തെ വഴികളായിരുന്നു. നേരത്തെ വീഡിയോ കണ്ടില്ലേ, അതുപോലത്തെ വഴികളായിരുന്നു. പിന്നെ ഇത് ആൾക്കാരുടെ ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് പറമ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ യോജിച്ച് ഇതിനെ വഴിയാക്കി. ഇന്ന് കണ്ടോ, താഴെ ഒരു വീടാണ്, അവിടെ ആൾ താമസമുള്ള വീടാണ്. നമ്മൾ മുന്നേ പോയ ലോറി പോയ വഴി പിടിപ്പിച്ചാണേ. ഇതൊക്കെ ഫുൾ റബ്ബർ മരം തോട്ടം, ശരിക്കും റബ്ബർ മരമായിരുന്നു. അതെല്ലാം മുറിച്ചു ഇപ്പോൾ തൈ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ വീട് ഇല്ലായിരുന്നേ. ഈ റോഡൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ, പാർട്ട് 1 കാണിച്ചതുപോലത്തെ കൈ വഴികളായിരുന്നു. അതാണ് പുരോഗമിച്ച് ഇങ്ങനെയായി. കണ്ടോ, ആ പോയ വണ്ടി ഇതേ തിരിച്ചു വന്നു. കണ്ട, ഒരു കണ്ട, ഒരു ശവകുടീരം പണ്ടിവിടെ താമസിച്ച ഒരാളുടെയാണ്. ആ വീട്ടിലുള്ള ഒരു പയ്യൻ്റെതാണ്. താമസക്കാർ എത്ര കാലമാവും, എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? അമ്മ നിങ്ങളിവിടെ കെട്ടിക്കൊണ്ടുവന്നതാ അതാ? ഓ, നിങ്ങൾ ഏത് നാട്ടുകാരായിരുന്നു? പേരെക്കോട്? അടുത്ത് തന്നെ. ഓ, 40 കൊല്ലമല്ലേ? അന്ന് ഇവിടെ ഇഷ്ടംപോലെ വീടുണ്ടായിരുന്ന? അത് തന്നെ, അന്ന് 45 വർഷം. അന്ന് ഇഷ്ടംപോലെ വീടുണ്ടോ? ഓ, അന്ന് വീട് കുറവായിരുന്നല്ലേ? ശരി. അപ്പോൾ നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഞാൻ ഈ വഴിയിലൊക്കെ വന്ന് ആസ്വദിച്ച് പോട്ടെ. അപ്പോൾ 40 കൊല്ലം മുമ്പ് വന്ന അമ്മയാണത്. പിന്നെ അതാണ്ട് ഇവിടെ കൊച്ചു വീടുകളായി. നമ്മൾ ആ നേരത്തെ കണ്ട ദേവനേശൻ്റെ പുള്ളിയുടെ മറ്റൊരു വീടാണിത്. പുള്ളി അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടാറിടാത്ത കൈവഴികളിലൂടെയുള്ള യാത്ര വീണ്ടും തുടരുകയാണ്, തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇതിനകത്ത് ഇനി കുറച്ച് വീടുകളുണ്ട്. ഇതിൻ്റെ അവിടെ ഒരു വീടാണ്, മലേഷ്യയുടെ. പിന്നെ അത് ലൈഫ് പദ്ധതിയിലേക്ക് വീട് കിട്ടിയവരാണ്. ഇതുവഴിയാണ് വഴി. സംഗതി അവിടെ എത്തിയപ്പോഴേ അവിടുത്തെ ചേട്ടൻ അടിച്ച് ഫിറ്റാണ്. അപ്പോൾ പിന്നെ പാർലമെൻറ്റ് പദങ്ങളായതുകൊണ്ട്
കട്ട് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല. ഇതാ മറ്റൊരു വീടും. ഇവർക്ക് ഇതെല്ലാം ഒരു 10-40 കൊല്ലം മുന്നേ വന്ന് താമസിച്ച അപ്പച്ചന്മാരും അമ്മച്ചന്മാരുമാണ്. പിന്നെ പുതിയ തലമുറകളായി പലരും പിന്നെ ഇവിടെ നിന്നൊക്കെ പോയി. പിന്നെ പുതിയ ആൾക്കാർ ഇവിടെ ഒന്ന് വീട് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുള്ള ഉൾവഴികളിലൂടെയുള്ള യാത്രയാണിത്. വീണ്ടും നമ്മളിത് കണ്ടത് ഈ ആ വണ്ടിയിലെത്തിയിട്ട് നേരെ കഴിഞ്ഞാൽ മെയിൻ റോഡെത്തും. മെയിൻ മീൻസ് സബ് റോഡ്, ടാറിട്ട റോഡ്. ഇതാ അവിടെ ഒരു നമ്മളെ പരിചയക്കാരൻ്റെ വീടാണ്. ഇത് കാണാം മെയിൻ റോഡ്. അത് കഴിഞ്ഞാൽ റോഡിൽ കയറാം. അപ്പോൾ വീണ്ടും നമ്മൾ പക്ഷേ കൈവഴികളിലൂടെയുള്ള യാത്രയാണല്ലോ. വീണ്ടും നമ്മൾ കൈവഴികളിലൂടെ കയറുന്നു, യാത്ര തുടരുന്നു. ഇനി ഇതുവരെ കുഴപ്പമില്ല. വീണ്ടും ഇനി മുകളിൽ കയറുമ്പോൾ ഇച്ചിരി പാടാണ്. കാരണം അവിടെ പൊക്കം തേരി കുണ്ടുകുഴിയൊക്കെയാണ്. അപ്പോൾ ആ വഴികളിലൂടെ ഇനി കയറാനായിട്ട് ഇവിടേക്ക് വീടുകളായി. വേണ്ട, സിറ്റിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും. ഹായ്, ഇന്ന് പണിയില്ലായിരുന്നാ? പോയില്ല? ഇപ്പം എന്താണ് പരിപാടി? വണ്ടി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ പുറത്താണ് ഇറങ്ങിയത്. പോട്ടാ, ശരി വരെ. അല്ല, അപ്പോൾ ഈ കണ്ട ഇനി ഇങ്ങോട്ട് റോഡില്ല, ഇങ്ങനത്തെ കൈവഴികളാണ്. തേരിക്കേറി വേണം പോകാനായിട്ട്. അയ്യോ, ഇതൊക്കെ നടന്നുള്ള യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സസൈസാണ്. ഉള്ള ദുർബോധത്തൊക്കെ കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ ആ തേരിങ്ങനെ മേളിൽ കയറി വന്നതാണ്. നമ്മളാ കണ്ട പയ്യൻ്റെ വീട് കഴിഞ്ഞ് ഇതുകൊണ്ട് ഈ തേരി ഇങ്ങനെ കയറി തൊട്ടവരുണ്ടു. തീർന്നില്ല, ഇനിയും ഉണ്ട് വീടുകൾ ഇഷ്ടം പോലെ. വേണ്ട, വേണ്ട, ഇവിടെ എത്ര വീടായിണ്ട? 1 2 3 എൻ്റെ വീടുകളായി. വീണ്ടും ഉൾവഴികളിലൂടെ. ബോറടിക്കുന്നുണ്ടോ? ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ സ്വന്തം ഇടണേ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് വേണ്ടിയുള്ള സാഹസമാണ് ഈ ഇങ്ങനെ ദീർഘിച്ച വീഡിയോകൾ. അയ്യോ, ഞാൻ തുടങ്ങേ. ഇനി കയറിയാണ്, കയറ്റം കയറണം. കണ്ട, ഇവിടെയും ബാർബിക്യൂ ഉണ്ട്. ഗ്രാമപ്രദേശത്തും ബാർബിക്യൂ. അയ്യോ, അങ്ങനെയുണ്ടോ? ആ ഫുൾ തേരി കയറി നടക്കുകയാണേ. എങ്ങെത്തി ഇനിച്ച് നിരന്ന സ്ഥലമാണ്. അന്ന് വീണ്ടും ഇറക്കം, വീണ്ടും കയറ്റം. എന്താണ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ? തുടരാല്ലേ? അപ്പോൾ നമ്മളെ ഉൾവഴികളിലൂടെ യാത്ര അവസാനിക്കുന്നില്ല. കണ്ടാ ആ ഇറക്കം, ആ കയറ്റം കയറി ഒന്നും സമതലമായി. വീണ്ടും ഇത് അടുത്തൊരു ഇറക്കം. നമ്മൾ താഴെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മൾട്ടി പറമ്പായി. ജാതി, ഗ്രാമ്പൂ, പപ്പായ, ജാമ്പയ്ക്ക് വരെ ഉള്ള വലിയ സംഭവമല്ല, എന്നാലും അവിടെ ഇവിടെ വെച്ചിട്ടുള്ള പറമ്പാണ്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉദ്ദേശം അതല്ല. ഉൾവഴികളിലൂടെയുള്ള ആ പാതകളും ആ യാത്രകളുമാണ് ഇത്തരം ഈ ഉൾവഴികളിലൂടെ എന്ന പാർട്ട് ബൈ പാർട്ടായി ചെയ്യുന്ന വീഡിയോയിലെ കാഴ്ചകൾ. ഇപ്പോൾ മണി 6 കഴിഞ്ഞ് കേട്ടോ. 6:30 ആകുമ്പോൾ ഇരുട്ടി. ഇനി ഇവിടുത്തെ കാഴ്ചപ്പാടാണ്. ഇനി ഇഴജന്തുക്കളൊക്കെ വരും, പണിയാവും. ഞാൻ ഇറങ്ങിയെന്ന് വെച്ചാൽ വ്ലോഗും ചെയ്യാം. ജാതിക്കായും കൂടെ കൈ കിട്ടുന്ന ജാതിക്ക കൂടെ നുള്ളി പറക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. ഇതാണ് സത്യം. അപ്പോൾ നോക്കാം, കിട്ടി അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ വൈകിയ സ്ഥിതിക്ക് ഇനി പാടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടു മടങ്ങാം. വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പകൽ വെളിച്ചത്തിൽ എടുക്കാം. സംഗതി ഇരുട്ടായി. ഇനി വിഷ്വലൊന്നും അത്ര ക്ലിയറാക്കി കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും ജാതിയൊക്കെ ഒരുവിധം കായ്
കായ്ച്ചു വരുന്നു. കായൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. യെസ്. ഒന്നും അധികം വിളഞ്ഞ് വീണിട്ടില്ല. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഇത് പാകമായതൊക്കെ വിളഞ്ഞ് വീഴാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പിള്ളേരുമായിട്ടൊക്കെ വന്നിരുന്നു. സ്കൂൾ അവധിയായതുകൊണ്ട് പിള്ളേർ എൻജോയ് ചെയ്തേ. നേരത്തെ ഇവിടെ കാടായിരുന്നു. കാരണം തൊഴിലുറപ്പാർ വന്ന് ഇതൊക്കെ വന്ന് ചെത്തി മിനുക്കിയപ്പോൾ കാണാൻ ഭംഗിയായി. അല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആയിട്ടില്ല. ജാതിക്കൊന്നും ഒരു അരപ്പരുവായിട്ടേ ഉള്ളൂ. കൊച്ചു കുളമുണ്ട്. തവളയും പാമ്പും കണ്ടേ. ജാതിക്കൊക്കെ ഇത് ബഡ് വാങ്ങിയതാണ്. അതൊക്കെ ഏതാണ്ട് കായയായി. ഇതൊക്കെ വളഞ്ഞ് പിടിച്ചു. ഇല്ല, കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത് കയറി കിട്ടി. വന്ന യാത്ര നഷ്ടമായില്ല. തൽക്കാലം എണ്ണം കിട്ടി.